ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ജനുവരി 7 ബുധനാഴ്ച ദിനത്തിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹാൽ എന്ന ചിത്രം ഇതാ ഒരാഴ്ച പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. 13 ദിനങ്ങൾ കഴിഞ്ഞ ഈ ഒരു ചിത്രം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്നലെ 241ഓളം ഷോകളായിരുന്നുവെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് 225ഓളം ഷോകളായി കൂടുന്ന ഒരു കാര്യമാണ്. 3000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് 2 ദിനങ്ങളിലും വിറ്റുപോയത്. ഏകദേശം സിനിമയ്ക്ക് 4,50,000 രൂപയാണ് കളക്ഷനായി ഇന്നലെയും വന്നത്. അതായത് സിനിമ സ്റ്റഡിയായിട്ട് 10 ലക്ഷം രൂപ വെച്ച് നേടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിനിമയ്ക്ക് അങ്ങനെ തന്നെ പോകുന്നു. അതായത് തിങ്കൾ ചൊവ്വയും അങ്ങനെ തന്നെ പോകുന്നു, ബുധനും ഏകദേശം അങ്ങനെ തന്നെ പോകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതിന് മുന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്ഡ് കളക്ഷൻ തന്നെ വന്നിരുന്നു. ഇനി വിജയ് നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സിനിമയുടെ പ്രീസെയിൽ 44 കോടി 30 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ടെറിട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 2.5 കോടിയും കർണാടകത്തിൽ നിന്ന് 5 കോടി 80 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 60 ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 ലക്ഷം രൂപ നേടിയ ചിത്രം ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി 12 കോടി 20 ലക്ഷം രൂപയാണ് കടന്നിരിക്കുന്നത്. USA, UK, GCC, ഓസ്ട്രേലിയ, മലേഷ്യ, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് സിനിമ 32 കോടി 10 ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത്. ടോട്ടലായിട്ട് 44 കോടി 30 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ സിനിമ 80-90 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇനി നമുക്ക് നിവിൻ പോളിയുടെ സർവമായ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. സർവമായ ബുധനാഴ്ച മികച്ച രീതിയിലുള്ള തുടക്കം തന്നെ ലഭിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് ചൊവ്വാഴ്ചത്തെ ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1425 ഷോകളിൽ നിന്ന് 1,07,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1 കോടി 77 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് 2.25 കോടിക്കടുത്ത് അല്ലെങ്കിൽ 2 കോടി 20 ലക്ഷം രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച രീതിയിൽ കളക്ഷൻ നേടി 50 കോടിയും കടന്ന് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്താണേലും വരുന്ന ദിവസങ്ങളിൽ സിനിമ 70-75 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് അതായത് 11 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 108 കോടി കടന്നതായിട്ടും അതായത് ഇന്നലത്തോടെ സിനിമ 115 കോടി കടന്നതായിട്ടുമാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 8 കോടി 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് 49.6 കോടി അതായത് 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതിനാണ്. കേരളത്തിൽ നിന്നും ഓവർസീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ നേടുകയാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റ് $3.45 മില്യൺ നേടിയത്. അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് $770K, UK എയർലൈൻഡിൽ നിന്ന് $684K, ഓസ്ട്രേലിയയിൽ നിന്ന് $305K, ന്യൂസിലാൻഡിൽ നിന്ന് $45K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $220K സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ വീണ്ടും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ലേറ്റ് നൈറ്റ് ഷോസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ്. സിനിമ 150 കോടി ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. 200 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സിനിമ വമ്പൻ വിജയമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോഹൻലാലിൻ്റെ സിനിമ അതായത് വൃഷഭ ഫൈനൽ റണ്ണിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 2 ഷോയാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 13-ാം ദിനമാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യണം. ആദ്യ ദിനം വാഷ് ഔട്ട് ആകുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി 13-ാം ദിനവും സിനിമ 2 ഷോയുമായി കേരള ബോക്സ് ഓഫീസിൽ നടനമാടുന്നു. 2,000-ഓളം രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നതായിട്ട് ട്രാക്കേഴ്സ് പുറത്ത് വിടുന്നിരുന്നത്. എന്തായാലും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയും വേൾഡ് വൈഡായിട്ട് 2 കോടിക്ക് താഴെയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു പരാജയം തന്നെയാണ് സിനിമ. പക്ഷേ ഈ ഒരു സിനിമ ഇത്ര തന്നെ നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ആ ഒരു റേഞ്ചിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ഇനി ദിലീപ് നായകനായി എത്തിയ ചിത്രത്തിൻ്റെ കഥകളിലേക്ക് വരികയാണെങ്കിൽ ബബബ എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഇന്ന് 20-ാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമ 235ഓളം ഷോകൾ ഇപ്പോഴും റെഗുലർ ഷോ ആയി കളിക്കുന്നു. 2,300-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 3,50,000 രൂപയോളമാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ ചൊവ്വാഴ്ച വലിയൊരു ഇടിവ് തന്നെയാണ്. ഏകദേശം ഒരു 40% ഇടിവാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് 50 കോടിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ അത് ചാൻസുകൾ വളരെ കുറയുന്നു എന്നുള്ളതാണ്. ഇനിയും ഒരാഴ്ച കൂടി ഓടിയാൽ പോലും സിനിമയ്ക്ക് 50 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. 47-48 കോടിയിലേക്ക് സിനിമ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഈ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ ആഘോഷമായിരുന്നു മോഹൻലാലും
ദിലീപും ഒരുമിച്ചപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. മലയാളി പ്രേക്ഷകരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തിയിരുന്നു ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. മമ്മൂട്ടിയുടെ കളങ്കാവൽ 33-ാം ദിനത്തിലേക്ക് ഓടുമ്പോഴും താഴാൻ താല്പര്യമില്ല എന്നുള്ള ലെവലിൽ തന്നെ ബോക്സ് ഓഫീസിൽ പോവുകയാണ്. സ്റ്റഡിയായിട്ട് സിനിമയ്ക്ക് 100-ന് മുകളിലുള്ള ഷോകൾ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും കാണാൻ കഴിയുന്നു. 1400-നടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇന്നലെ വിറ്റുപോയതായി നമുക്ക് ചൊവ്വാഴ്ച വിറ്റുപോയതായി കാണാൻ കഴിയുന്നത്. അതായത് തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ച 1,92,200,000 രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷനെങ്കിൽ ഇവിടെ 2 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മികച്ച രീതിയിലുള്ള മുന്നേറ്റം ഈ ഒരു സിനിമയ്ക്ക് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 38 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ ടച്ച് ചെയ്തിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 85 കോടി ടച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.